75 ലക്ഷം പുതിയർക്ക് ഒരു ഏകീകൃത പ്രസ്ഥാനം വേണം എന്ന ഒരു പ്രമേയം ആ സമ്മേളനമായി നിന്നുള്ള ശ്രീമാൻ ടി കൃഷ്ണൻ എക്സ്-എം-എൽ-എ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനം പ്രഖ്യാപിച്ചു, കേരളത്തിൽ സമസ്ത കൊച്ചിക്ക് ഇനി വിലയില്ല, അതുകൊണ്ട് നമുക്ക് കേരള പുനരവകാശ വേണം. മലബാറുകാരെ പറയാനുള്ളതില്ല, അവിടെ പട്ടികജാതിയല്ല, ഹരിജൻ സമാജങ്ങൾ ഇപ്പോൾ പട്ടികജാതി സമാജം, അത് വേറെ കളയാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിൽ ഈ രണ്ട് സഭകളും സംയോജിക്കണം. പിന്നെ ചേരമർ വരുമെങ്കിൽ അവർ സംയോജിക്കണം, അയ്യനവർ വരുന്നെങ്കിൽ അവരെ സംയോജിപ്പിക്കണം. മലബാറിലെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ചെറുമക്കളെ വരുന്നെങ്കിൽ അവരെ സഹായിക്കണം. അതൊക്കെ പണ്ടങ്ങളെ പറഞ്ഞു. അവരെ ആ പ്രഖ്യാപനം വന്നപ്പോൾ അവിടെ വച്ച് സംഘടന രൂപീകരിച്ചില്ല ഏകോപന സമിതി, പുലയ ഏകോപന സമിതി എന്ന പേരിട്ടുകൊണ്ട് ചാത്തൻ മാഷ പ്രസിഡന്റാക്കി, ടി കൃഷ്ണൻ എക്സ്-എം-എൽ-എ വൈസ് സ്ഥാപക ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ സാർ, സ്ഥാപക ഖജാൻജി CR ദാസ്, ബാക്കി ഒരുപാട് പേരാണ്. അത് വേണേൽ പറഞ്ഞാൽ ഒരുപാട് സമയത്ത് ആ ആളുകൾ ചേർന്നുകൊണ്ടുള്ള കേരള പുനരവകാശപാട് 1-ാം നമ്പർ ശാഖ നമ്മുടെ ബംഗാളിലൂടെ രൂപീകരിച്ചു. SNDP യോഗത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ SNDP യോഗത്തിൻ്റെ 1-ാം നമ്പർ ശാഖയ്ക്ക് 2 അവകാശങ്ങളുണ്ടായിരുന്ന ചെത്തകാലത്ത്. SNDP യോഗത്തിന് ചേർത്തലയൊന്നുമല്ല SNDP യോഗം ശ്രീനാരായണ ഗുരുദേവൻ രൂപീകരിച്ചു. അദ്ദേഹം കുട്ടനാടിൻ്റെ കർഷക തൊഴിലാളി മണ്ണിൽ പോയിരുന്നു. കർഷക തൊഴിലാളികളായിട്ടുള്ള ഇടവ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്കാദ്യം ശാഖകളുണ്ടാകും. അങ്ങനെ കുട്ടനാടാണ് SNDP യോഗം ശ്രീനാരായണ ഗുരുദേവൻ 1-ാം നമ്പർ ശാഖയുടെ വീട്ടിലെടുത്തപ്പോൾ പറഞ്ഞു, പിണങ്ങി 2 കൂട്ടർ. അങ്ങനെ TK മാധവൻ ഇടപെട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, 1-ാം നമ്പർ ശാഖ SNDP യോഗം 1A, SNDP 1B. അങ്ങനെ പടക്കം തീർത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തീർപ്പ് കൽപ്പിച്ചു. ഇവിടെ അയ്യങ്കാളിയുടെ നാട്ടിൽ 1-ാം നമ്പർ ശാഖ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബംഗാളൂരാണ് 1-ാം നമ്പർ ശാഖ. എനിക്കൊരനുഭവം, വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ 258-ാം നമ്പർ ശാഖ ഇവിടെ രജിസ്ട്രേഷനുമായി ഒരു വിദ്യാർത്ഥിയായ ഞാൻ പൂജപ്പുരയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹരിജൻ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സുപരിചിതനാണ്. കൊല്ലം താലൂക്കിലെ ആദ്യത്തെ ശാഖയാണ് താങ്കൾക്ക് ഇപ്പോൾ തരാൻ പോകുന്ന നമ്പർ. അത് 250. എൻ്റെ ജന്മനാട്ടിൽ ഞാൻ 258-ാം നമ്പർ ശാഖയുടെ രജിസ്ട്രേഷൻ എനിക്ക് തരുമ്പോൾ അദ്ദേഹം നൽകിയ സർട്ടിഫിക്കറ്റിലെ വാചകം, ഈ ശാഖയാണ് കൊല്ലം താലൂക്കിലെ ആദ്യത്തെ ശാഖ. എന്നപ്പോൾ കൊല്ലം താലൂക്കിൽ കുണ്ടറയിലുണ്ട് കൊല്ലം യൂണിയൻ. ആ ശാഖ പ്രകാശറിയ കുണ്ടറ യൂണിയനിൽപ്പെട്ടതാണ്. ജനങ്ങൾ അല്ലാതെ ചാക്കന്മാർ താഴ്ന്ന ശാഖ രൂപീകരിക്കുന്നതാണ് പറയുന്നത്. അവർ സ്വയം മുന്നോട്ട് വന്ന് ശാഖയായി മാറി. ഇപ്പോൾ 2400-ഓളം ശാഖകളായി, 600-ഓളം ശാഖകളായി അത് ഉയരുവാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിൽ മഹാസഭ ഏറ്റെടുത്തിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളോട് പ്രതിബദ്ധ